ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓച്ചിറയ്ക്ക് പടിഞ്ഞാറ് വശമുള്ള ഒരു സ്ഥലത്ത് ചൂണ്ടയിടാൻ വന്നേക്കുക. നമ്മുടെ ഇൻസ്പിറേഷനായിട്ടുള്ള സെബിൻ സെറിയാക്കിനെ കണ്ടിട്ട്. ഓക്കെ, എന്താവുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ പ്രൊഫഷണൽ ചൂണ്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചങ്ക് ഇവിടെ നിന്നാണ്ട് കമ്പൊക്കെ വിട്ടിട്ടുണ്ട്. നമ്മൾ ചൂണ്ടയും വള്ളിയൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അടിക്കുമെന്ന് നോക്കാം. ആദ്യം കമ്പും കൂലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാമേ. പ്രൊഫഷണൽ റോഡ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എത്ര സ്ട്രെച്ച് ആയാലും ഡ്യൂറബിളാണ്. അതുകൊണ്ട് ഇനി ഇപ്പോൾ വള്ളിയും കൂടെ റോഡ് സെറ്റായിട്ടുണ്ട്. റീല് നമ്മുടെ കൈ ആയതുകൊണ്ട് പിന്നെ സീനൊന്നുമില്ല. പിന്നെ ഫിഷിംഗ് ലൈനൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ കുളത്തിൽ കെട്ടിയേക്കുന്ന ആ കെട്ടൊക്കെ കണ്ടില്ലേ, പ്രൊഫഷണൽ കെട്ട് തന്നെയാണത്. അത് ഞാൻ പഠിച്ചത് യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്തിട്ട് നമ്മളെന്തോ ഇത് നോക്കി കെട്ടിയിട്ടാണ് വന്നത്. ഇതിപ്പോൾ നമ്മൾ കരിമീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ചൂണ്ടയാണുള്ളത്. 10 രൂപയ്ക്ക് 5 കിട്ടും. അപ്പം നമ്മൾ നിൽക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഓച്ചിറയ്ക്ക് പടിഞ്ഞാറ് വശമുള്ള ഒരു ഭാഗത്താണ്. ഇവിടെ കിട്ടുമോ ഒന്നും അറിയത്തില്ല. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇതേ കണക്ക് വന്ന് ഇവിടെ ചൂണ്ടിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെന്നാൽ പോയി നോക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നൊരു സ്പോട്ടാണ്. പക്ഷേ നമുക്ക് ചൂണ്ടിടുന്നതിനൊക്കെ നല്ല ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വൈബുള്ള സ്ഥലമായിരുന്നു. സോ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിൽ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരിടത്ത് നമ്മുടെ ഒരു പോർഷനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അവിടെ യൂഷ്വലി മീൻ കാണാറുണ്ട്. നമ്മളിതിനകത്ത് കുറേ മണ്ടത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ തീറ്റ ആയാലും ശരി, അങ്ങനെ കുറേ കാര്യത്തിൽ നമ്മൾ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് നമ്മളൊരു ഫൺ ഫാക്റ്റായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ ആരും എന്നെ കമൻറ്റ് ബോക്സിൽ ചീത്ത വിളിക്കുകയോ തെറിവരാതെ നിൽക്കരുത്. ഇതൊരു ഫൺ ഫാക്റ്റിൽ തന്നെ നിങ്ങൾ എടുക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ സെറ്റാക്കി എടുക്കും. ബട്ട് എന്താ പറയുക, എല്ലാത്തിലും ഒരു ചാൻസ് ഉണ്ടല്ലോ. ഈ കാണുന്നത് നമ്മുടെ മൈദയാണ്. മൈദയും പായലും ഒക്കെ ഇട്ട് വരട്ടി നമ്മുടെ പൊങ്ങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐറ്റം നമ്മളൊക്കെ ഹൈ പ്രൊഫഷണൽ ഫിഷിങ് ആൾക്കാരായതുകൊണ്ട് എന്ത് ചെയ്യാം. അപ്പോൾ നോക്കാം എന്തെങ്കിലും തടയുമോന്ന്. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ കൂട്ടി. നമുക്ക് നോക്കാം. ഇങ്ങനൊരു സ്പോട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഒരു മച്ചാൻ എന്തുകൊണ്ട് 8 ഫീറ്റിൻ്റെ ഒരു റോഡുമായിട്ട് അവിടെ നിൽപ്പുണ്ട്. നമ്മൾ പിന്നെ ഹൈ പ്രൊഫഷണലാണല്ലോ. അപ്പോൾ നോക്കാം. അപ്പം നമ്മളുടെ പ്രൊഫഷണൽ റോഡുമായിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. വല്ലതും കിട്ടുമോ എന്തോ. നമ്മുടെ തീറ്റ അവിടെ കിടപ്പുണ്ട്. കെട്ടിക്കാണോ? കിട്ടിയ 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 ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. അപ്പം ഒന്നും ആയില്ല ഗൈസ്. സമയം പോയി. തീറ്റി കൊത്തില്ല. ഒരുപാട് വെള്ളമുണ്ട്, പക്ഷെ മീനില്ല. ടൈം ശരിയല്ലെന്ന് തോന്നുന്നു. പിന്നെ കണ്ണമ്പ്ര അവിടെ വിട്ട് കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. സോ നമ്മളിവിടെ നിൽപ്പുണ്ട്. ഒന്നും ആയില്ല. അപ്പം പ്രൊഫഷണൽ ഫിഷിംഗ് ഹണ്ട് നമ്മൾ തുടങ്ങും. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. കഴിഞ്ഞു.